ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് വിനയപ്രസാദ് രാധയെ കൊണ്ടുവന്നിട്ടുള്ള മുത്തശ്ശിയുടെ ഒരു പ്രസംഗമാണ് കേട്ടോ. മുത്തശ്ശി നമ്പൂതിരിയോട് പറയുന്നത്, ദേവ ഇവളിങ്ങനെയൊക്കെ കാണിച്ചു, ഇനി ഇത്രയും നാളും പുറത്തായിരുന്നു ഇവൾ അക്രമമുള്ളൂ, അപ്പോൾ ഇനി ഇത് കുടിയകത്തേക്കും കൂടി വരുമല്ലോ, ഇനി നമ്മളൊക്കെ കൊല്ലുമല്ലോ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ടൊന്നും ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്. കഴിഞ്ഞ് വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, രാധിക ഒരു അനാഥ കുട്ടി ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടുകൂടി വിനയപ്രസാദിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിനയപ്രസാദ് പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ എത്രമാത്രം ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ അത്രയൊന്നും വേണ്ട, പക്ഷേ അതിലേ ഒരല്പമെങ്കിലും ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തുകൂടെ എന്നിങ്ങനെ വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിനയപ്രസാദ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടി ഒരു ഭാരമാകുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവളോട് സ്വന്തം അനിയത്തിയായിട്ട് ഞാൻ നമ്പൂതിരിയോട് പറഞ്ഞു അനിയത്തിയായിട്ട് നോക്കിക്കോളാം എന്നുള്ളത്, പക്ഷേ അനിയത്തിയായിട്ടല്ല മകളായിട്ട് ഞാൻ ഇവളെ നോക്കിക്കോളാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണ്, നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് തോന്നുന്നെങ്കിൽ ഇവളെ എനിക്ക് തന്നോളൂ, ഞാൻ ഇവളെ സ്വന്തം മകളായിട്ട് ഇങ്ങനെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ യശോദയും മുത്തശ്ശിയും ഒക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അയ്യോ മാം അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് അച്ഛനും അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും വരാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിനയപ്രസാദ് പറയുന്നുണ്ട്, കേട്ടില്ല, ഇതാണ് ആ കുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വിനയപ്രസാദ് പറയുന്നുണ്ട്, രാധിക 2-3 പ്രാവശ്യം ലൊക്കേഷനിൽ വന്നിരുന്നു, അവിടെ എല്ലാവരും ആ കുട്ടിയെ തിരക്കി, രാധികയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കാൻ വരെ ചാൻസ് കൊടുക്കാമെന്ന് വരെ അവിടെ ഉള്ളവർ പറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താടി കൂടെ നടന്ന് നീ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണോ, കുടുംബത്തിനെ നാണം കെടുത്തോ നീ എന്നൊക്കെ മുത്തശ്ശി വീണ്ടും തറുതല പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് ദേവനാരായണ നമ്പൂതിരി അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്പൂതിരി കൈകൂപ്പി വിനയപ്രസാദിനോട് പറയുന്നുണ്ട്, ഞങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കുന്നത്, ഞങ്ങളെ ഈ ഒരു ചുറ്റാവട്ടത്ത് നിൽക്കുന്ന പ്രകൃതമാണ് രാധിക മോൾക്കുള്ളത്, അവൾക്ക് അങ്ങനെയൊന്നും ഇതാക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ നമ്പൂതിരി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഇളയ മകളുണ്ടായിരുന്നു, അവൾക്ക് ഇതിനൊക്കെ താല്പര്യമായിരുന്നു, പക്ഷേ അവളെ ഞങ്ങൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, പക്ഷേ നിങ്ങൾ തൊഴിൽ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നിങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് കേട്ടോ വിനയപ്രസാദിനോട്. വിനയപ്രസാദ് പറയുന്നുണ്ട്, രാധികയെ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോയവർ അത്ര നിസ്സാരക്കാരല്ല, അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ രാധികയുടെ മേൽ വേണം, അവർ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദയ്ക്ക് നമ്പൂതിരിക്കൊന്ന് പേടിയാകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിനയപ്രസാദിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പെണ്ണിൻ്റെ കയ്യിലേക്ക് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ വിനയപ്രസാദ് ചോദിക്കുന്ന ആരാ, അപ്പോൾ പറഞ്ഞു കുറേ നേരമായിട്ട് വിളിക്കുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ വിനയപ്രസാദ് പറയുന്നുണ്ട് കട്ട് ചെയ്തോളാൻ. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയാണ് ഫോൺ വിളിച്ചിരുന്നത്. അപ്പോൾ ഐശ്വര്യ പറഞ്ഞു, എന്താ ഇവർക്ക് മറ്റുള്ള ആർക്കും ഇല്ലാത്ത ഒരു ജാട എന്താ വിനയപ്രസാദിന് മാത്രമേ എന്നിങ്ങനെ, അവർക്ക് എന്താ ഫോൺ എടുത്താലെന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ ദേഷ്യത്തോടുകൂടി മാലിനിയോട് പറയുന്നുണ്ട്. ഐശ്വര്യ പറയുന്നുണ്ട്, നമ്മൾ കാണാത്തതാണ് ഇവരെയൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട്, ദേഷ്യപ്പെടേണ്ട, കാര്യം നടക്കാൻ നമുക്കല്ലേ ആവശ്യം, അതുകൊണ്ട് നമുക്ക് വിളിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഐശ്വര്യ പറയുന്നുണ്ട്, വിളിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട്, നമുക്ക് വിനയപ്രസാദിനെ നേരിട്ട് തന്നെ പോയി കാണണം, ഷ്യാം എത്തുന്ന മുമ്പേ നമുക്ക് അവിടെ എത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിനയപ്രസാദിയെയും രാധികയുമാണ്. അത് കഴിഞ്ഞ് വിനയപ്രസാദ് പറയുന്നുണ്ട്, രാധിക ഞാൻ പോകട്ടെ, നാളെ ഷൂട്ടുള്ളതായെന്നിങ്ങനെ പറഞ്ഞ തലയിൽ തലോടുന്നുണ്ട്. അപ്പം നമ്പൂതിരി പറയുന്നുണ്ട്, എൻ്റെ മകളെ ദൈവത്തെ പോലെ കാത്ത് രക്ഷിച്ച നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനയപ്രസാദ് രാധികയോട് പറയുന്നുണ്ട്, കാലങ്ങൾ കുറേ മുന്നോട്ട് പോയതാണ്, പക്ഷേ പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൽ സ്ത്രീകൾക്ക് അത് മുന്നോട്ട് പോകും തോറും പിന്നിൽ നിന്ന് വലിക്കുന്ന ചില സ്ത്രീകൾ തന്നെയാണെന്നിങ്ങനെ വിനയപ്രസാദ് രാധികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കണം, എന്നാലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ എന്നിങ്ങനെ, ജീവിതത്തിൽ മുന്നോട്ട് പോകുള്ളൂ എന്നിങ്ങനെ വിനയപ്രസാദ് രാധികയ്ക്ക് ഒരു ധൈര്യം പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണ് ജയിച്ചു തുടങ്ങും എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ മനസ്സിലിങ്ങനെ മൂളുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ വീടാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ മുത്തശ്ശിയും പ്രിയങ്കയും ബിജുക്കുട്ടനൊക്കെ എന്നിങ്ങനെ ആൽബം കിട്ടിയത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഭംഗിയെ രണ്ടാളെ കാണാനും നല്ല ചേർച്ചയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിജുക്കുട്ടൻ പറഞ്ഞു അതെ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിജുക്കുട്ടൻ പറഞ്ഞു, അതിൽ ഞാനും ഉണ്ട് കിടക്കുക, അത് നല്ല ഭംഗിയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ അവർ ഒട്ടിച്ച് വെച്ചതാ, ഫോട്ടോകൾക്കൊന്നും കോലം തട്ടാണ്ടിരിക്കാൻ, കണ്ണ് തട്ടാണ്ടിരിക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാനും നല്ല ഭംഗിയുണ്ട് എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്, ചില ഫോട്ടോയിൽ കണ്ട മുത്തശ്ശിയാണെന്നേ തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയും, മുത്തശ്ശി ഒന്ന് സോപ്പിട്ടതിന് തിരിച്ച് അങ്ങോട്ട് സോപ്പിടുകയാണോ എന്നിങ്ങനെ ബിജുക്കുട്ടൻ ചോദിക്കുന്നുണ്ട് പ്രിയങ്കയോട്. അപ്പോൾ ബിജുക്കുട്ടനോട് പ്രിയങ്ക പറയുന്നു, മിണ്ടാതിരിക്കും ബിജുക്കുട്ട, എൻ്റെ പ്രായത്തിലൊക്കെ മുത്തശ്ശി ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയൊക്കെ ആയിരിക്കും അല്ലേ മുത്തശ്ശി എന്നിങ്ങനെ നന്നായി സോപ്പിട്ട് പതിപ്പിക്കുന്നുണ്ട് പ്രിയങ്ക.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ ഒരു കാലം എന്നിങ്ങനെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയുന്നത് അത് പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുഖത്തെ ഒരു നാണം കണ്ടോ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി ചിരിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും വരുൺ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുണിനെ കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടോ ഇങ്ങോട്ട് വാടാ, ഇതേ ഇവിടെ ഇരിക്കുക, നീ ഇന്നലെ ആൽബം കിട്ടിയിട്ട് ഒന്ന് മറിച്ച് നോക്കിയിട്ട് പോലും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നത് മടിച്ചാണെങ്കിലും വരുണ് മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഇപ്പോൾ വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ ഇരിക്കും, അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ടോ എന്നിങ്ങനെ പറയും. മുത്തശ്ശി പറയാം എന്താ നിൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്, എന്ത് പറ്റി നിനക്ക്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുത്ത് എങ്ങനെ എടുത്ത് എപ്പോൾ എടുത്തെന്നൊക്കെ ചോദിക്കുന്ന പ്രകൃതമാണ് നിനക്കിപ്പോൾ ഇത് എന്ത് പറ്റിയെന്നിങ്ങനെ വരുണിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ബ്രോക്കർ പണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് ബ്രോക്കറോട് ചോദിക്കുക ഇതൊക്കെ ഏത് സ്റ്റുഡിയോയിൽ എടുത്തതാ എന്നൊക്കെ ഇങ്ങനെ ബ്രോക്കറോട് ചോദിച്ചു എന്നിങ്ങനെ പറഞ്ഞ മുത്തശ്ശി കളിയാക്കി പ്രിയങ്കയുടെ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിൻ്റെ കണ്ണുകൾക്ക് ക്യാമറയേക്കാൾ പവറുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അത് എനിക്കറിയാം, അതുകൊണ്ടല്ല നിന്നെയും ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ബിജുക്കുട്ടനൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ആൽബം മറിച്ച് നോക്കുന്ന ഇടയ്ക്ക് രാധികയെ വിളക്കുമായി നിൽക്കുന്ന ഒരു ഭാഗം കാണും. അത് കാണുമ്പോൾ പ്രിയങ്ക എന്തോ ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആൽബം നോക്കുന്നുണ്ടോ, എനിക്ക് വേണ്ട, ഞാൻ പിന്നെ വരാൻ വന്നിട്ട് വരുണ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ബിജുക്കുട്ടനോട് ചോദിക്കുന്നത് എന്താണ് അവനക്ക് പറ്റും, എന്താ നിങ്ങളുടെ ഒളിച്ചു കളി എന്നൊക്കെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയാം എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബിജുക്കുട്ടൻ പറയും മുത്തശ്ശിക്ക് എന്താ പ്രശ്നം, വരുന്ന ആൽബം നോക്കാത്തല്ലേ, ഞാൻ പോയിട്ട് വരുന്ന ആൽബം നോക്കാൻ വിളിച്ച് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ പ്രിയക്ക് ഒരു അസുഖം. പ്രിയങ്ക പറയും വരുൺ പിന്നെ കണ്ടോളാം എന്നല്ലേ പറഞ്ഞോളൂ, അത് പിന്നെ കണ്ടോളും എന്നിങ്ങനെ ബിജുക്കുട്ടനോട് പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ. ബിജുക്കുട്ടൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ആൽബം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ബിജുക്കുട്ടൻ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ബിജുക്കുട്ടൻ പോയി കഴിയുമ്പോൾ മുത്തശ്ശി വീണ്ടും രാധികയെ നോക്കിയിട്ട് പറയും മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്തൊരു ഭംഗി, എന്തൊരു ശാന്തത, നല്ല ശാലീനമുള്ള പെൺകുട്ടി, ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് പ്രിയങ്ക മോളെ പോലെ തന്നെ നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്താൽ മതിയാണെന്ന് ഇങ്ങനെ തോന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഫോട്ടോയിൽ മേലെ ഇങ്ങനെ തഴുകണ കാണുമ്പോൾ പ്രിയങ്കക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് പേടിക്കണ്ട, ആ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടി ഉത്തരവാദിത്തപ്പെട്ടതല്ലേ, നമുക്കത് നന്നായിട്ട് നടത്താം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേർക്കനെ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബിജുക്കുട്ടൻ മുകളിലേക്ക് വരുമ്പോൾ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന വരുണിനെ കാണും. അങ്ങനെ വരുണിൻ്റെ അടുത്തേക്ക് മെല്ലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിജുക്കുട്ടൻ നീ എന്താ ആൽബം കാണാഞ്ഞെന്നിങ്ങനെ പറയുമ്പോൾ കാരണം നിനക്ക് അറിഞ്ഞൂടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണത്, അത് ഞാൻ എന്തിനാ വീണ്ടും ഇങ്ങനെ കാണണേന്ന് ഇങ്ങനെ വരുൺ ചോദിക്കുമ്പോൾ ബിജുക്കുട്ടൻ പറഞ്ഞു മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ബിജുക്കുട്ടൻ പറയുന്നുണ്ട് ഏത് നേരം മുത്തശ്ശിയുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, മുത്തശ്ശി പറഞ്ഞതൊക്കെ നല്ല രീതിയിൽ എടുത്തിരുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ബിജുക്കുട്ടൻ വരുൺ പറയുന്നുണ്ട് അത് ഇനി ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടമാകുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയും എനിക്കൊന്നും മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിലെല്ലാം കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വരുൺ. എന്നിട്ട് കൊണ്ട് എല്ലാവരും മനസ്സിലാക്കാത്ത രീതിയിൽ സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബിജുക്കുട്ടൻ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവാത്ത കാര്യത്തിൽ ഞാൻ തല പോയിച്ചിട്ട് എന്താ കാര്യം, വരുൺ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ മുത്തശ്ശി, അപ്പോൾ വരുൺ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ മുത്തശ്ശിക്ക് അത് വിഷമമാവില്ലേ, ഒന്നില്ലെങ്കിലും മുത്തശ്ശിയുടെ സമാധാനത്തിൽ നീ അവിടെ വന്നിരിക്കാൻ ഇങ്ങനെ ആൽബം നോക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് ബിജുക്കുട്ടൻ വരുണിനോട്. ബിജുക്കുട്ടൻ പറയുന്നുണ്ട് മുത്തശ്ശി എന്ത് തെറ്റാടാ ഞാൻ അവനോട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നല്ല വിഷമമുണ്ട് മുത്തശ്ശിക്ക് ഈ കാര്യത്തിൽ, ഇന്നലെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ണ് തുടയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടു, എന്തിനാ മുത്തശ്ശി അങ്ങനെ വിഷമിപ്പിക്കുന്നത്, അങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ എന്നിങ്ങനെ വരുണിനോട് ബിജു ചോദിക്കുന്നുണ്ട്. ബിജു പറയുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിലും മുത്തശ്ശിയെ ബോധിപ്പിക്കാനെങ്കിൽ നീ ആൽബം വന്ന് കാണുക എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ശരി എന്ന് പറഞ്ഞിട്ട് ബിജുക്കുട്ടൻ്റെ കൂടെ പോകുന്നുണ്ട്. ശരിക്കും വരുൺ വരുന്നത് കാണുമ്പോൾ ബിജുക്കുട്ടൻ പറയുന്നത് മുത്തശ്ശി ആൽബം കാണാൻ മണവാളം വരുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പ്രിയങ്ക വേഗം ആൽബം തട്ടിപ്പറിച്ച് വാങ്ങിയിരുന്നുണ്ട്. അങ്ങനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട് അത് ഗൾഫിലുള്ള ഒരു കൂട്ടുകാരൻ്റെ പ്രശ്നത്തിൽ എന്തോ ഒരു ടെൻഷനിലായിരുന്നു, ഇങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതായെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്, താല്പര്യമുള്ളവരാണെങ്കിൽ ആൽബം വന്നിരുന്ന് കാണൂലേ, നമ്മൾ എന്തിനാ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തെ നിർബന്ധിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട് പെണ്ണെങ്കിലെ മുത്തശ്ശി അവനെ പ്രത്യേകിച്ചൊരു കാര്യത്തിലായിരുന്നു, അത് തീർത്ത് കൊടുക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട്. എന്നിട്ട് പറയുന്നുണ്ട് കൺഫ്യൂഷൻ അവൻ്റെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും അത് പരിഹരിക്കാതെ എനിക്ക് ഉറക്കം കിട്ടില്ല എന്നിങ്ങനെ വരുൺ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ആൽബം നോക്കാൻ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ആൽബം നോക്കുമ്പോൾ മുത്തശ്ശി പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ രാധാകൃഷ്ണനെ പോലെ ഇരിക്കുന്നത് അതുപോലെ തന്നെയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ഇങ്ങനെ ആൽബം മനസ്സോടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്രിയങ്ക ഭയങ്കര അസ്വസ്ഥത ആവുന്നുണ്ട്. അങ്ങനെ ആൽബം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രിയങ്ക അടിച്ച് നടക്കുന്നു, ആൽബം തട്ടിയിട്ടിട്ട് അവൾ രാധികയുടെ ഫോട്ടോ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ ഇത് വരുൺ കാണുന്നുണ്ട്. വരുൺ എന്തോ സംശയമോ എന്നിട്ട് പ്രിയങ്ക അങ്ങോട്ട് പോകുമ്പോൾ സോറി എന്നിട്ട് ആൽബം എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീ ഇത് നോക്കാൻ പറയും, നീ എവിടെ പോകണേ ഇല്ല മുത്തശ്ശി ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ, വേണ്ട നീ ഇപ്പോൾ ഇത് ഒന്ന് നോക്കാൻ പറയും. അങ്ങനെ രാധിക ഫോട്ടോയുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ, പ്രിയങ്ക ഫോട്ടോയുമായിട്ട് പോകുന്നുണ്ട്.
ഫോട്ടോയുമായി പോയിട്ട് പ്രിയങ്ക കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മകളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾ ഇല്ല എനിക്ക് ഗ്ലാസ് വെള്ളം കുടിക്കാം, പിന്നെ വരുണിന് ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ചായ വേണമെങ്കിൽ ഞാൻ തിളപ്പിച്ച് തരാം എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട അമ്മ ഞാൻ തിളപ്പിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അതിന് ചായക്ക് പോലും ഭാഗം വെപ്പായോ എന്നിങ്ങനെ ചോദിക്കാം. എന്നാൽ തിളപ്പിച്ചോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പ്രിയങ്ക ചായ വെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഫോട്ടോ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വരണം അങ്ങോട്ട് അമ്മയെന്ന് വിളിച്ച് കയറി വരും. വരുന്ന വെപ്രാളത്തിൽ പ്രിയങ്ക എന്ത് ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് കറിയുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പാത്രം പ്ലേറ്റ് കൊണ്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പം വരുണിനോട് അമ്മ ചോദിക്കുക എന്താ മോനെ നിൽക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നത് ഇയാൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ നിനക്കല്ലേ ചായ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഇയാളെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ചായ വേണമെന്ന് പറഞ്ഞു എന്ന് പറയും. നീ എന്തിനാ അവൾ തമാശ പോലെ അവളോട് പറയാൻ പറ്റില്ല, അവൾ എല്ലാതും എന്നോട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ വരുന്നിങ്ങനെ അമ്മ പോണ സമയത്ത് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാ അമ്മയോട് അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അല്ല ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്, അപ്പം ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ വിഡ്ഢിയാക്കാം എന്നിങ്ങനെ വിചാരിക്കേണ്ട, അമ്മയും മുത്തശ്ശിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു പഴഞ്ചൊല്ല് അച്ഛൻ എപ്പോഴേലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ലയെന്ന് പറയും. അതിൻ്റെ കുഴപ്പമായെന്നിങ്ങനെ വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട്. പിന്നെ വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ല് മനസ്സിലൊന്ന് കുറിച്ച് വെച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയും ഞാൻ അങ്ങോട്ട് പോകാമെന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കും. പ്രിയങ്കയുടെ കയ്യിൽ എന്താ എന്നിങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്നിട്ട് അവളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ വരുൺ കിച്ചണിലെല്ലാം പരത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ കുറേ നേരം ഇങ്ങനെ തപ്പിയിട്ടും കിട്ടുന്നില്ല. പിന്നെയാവും അടുപ്പത്തിരിക്കുന്ന കറി ഇങ്ങനെ തിളക്കുന്നതിൽ പെട്ടെന്ന് നോട്ടം കിട്ടുന്നത്. ഇങ്ങനെ ഓടി ചെന്നിട്ട് അവന് ആ കറിയിൽ നിന്ന് ഇളക്കിയിട്ട് ആ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട്, പെട്ടെന്ന് കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും വരുണിൻ്റെ അമ്മയും ബിജുക്കുട്ടനും എല്ലാവരും കൂടി ഹാളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രിയങ്കയും വരുണും നിൽക്കുന്ന ഭാഗവും കാണിക്കുന്നത്. ഈ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവർ ബൈ ബൈ.